നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ +1 ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇൻഇക്വാളിറ്റീസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നീ 4 ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഫോക്കസ് ഏരിയയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. 17 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളാണ്. 1 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് 1 + 3 + 5 + 7 + etc. + 2n - 1 = n² യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇത് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ രീതിയിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്ന ചോദ്യത്തിനെ P of n എന്ന് വിളിക്കുന്നു. P of n = 1 + 3 + 5 + etc. + 2n - 1 = n². ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് when n = 1. n = 1 എന്നാൽ ആദ്യത്തെ ഒരു ടേം എഴുതുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ 1 ആണ്. P of 1 = 1. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ n കിടക്കുന്നിടത്ത് 1 കൊടുക്കുമ്പോൾ P of 1 = 1², അതായത് 1 എന്ന് കിട്ടും. രണ്ടും ഒരേ ആൻസർ കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാം n = 1 ഈസ് ട്രൂ. അടുത്തത് അസ്യൂം n = k ഈസ് ട്രൂ. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് P of n എന്ന് എഴുതുന്നു, പിന്നെ n ന് 1 കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് n = k ഈസ് ട്രൂ. ഇത് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ n കിടക്കുന്നിടത്ത് k ചേർത്ത് എഴുതുന്നു. അപ്പോൾ P of k = 1 + 3 + 5 + 7 + etc. + 2k - 1 = k². k എന്നതിന് ശരിയാണെങ്കിൽ തൊട്ടടുത്ത നമ്പറിന് ശരിയായിരിക്കും. അതായത് when n = k + 1. അപ്പോൾ P of k + 1 = 1 മുതൽ ഇത്രയും ഭാഗം ഇതുപോലെ എഴുതണം. എന്നിട്ട് കെയുടെ സ്ഥാനത്ത് k + 1 കൂടെ കൊടുത്തെഴുതണം. അപ്പോൾ 2 × k + 1 - 1. ഇതിൻ്റെ ആൻസർ ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട് k². അപ്പോൾ k² പ്ലസ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 2k + 2 - 1 എന്ന് വരും. നോക്കുക, k² പ്ലസ് 2k + 2 - 1. ഇത് 1 എന്ന് കിട്ടും ഇവിടെ. അപ്പോൾ k² + 2k + 1. ഇത് k + 1 ഹോൾ സ്ക്വയർ ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടി P of k + 1 എന്നത് k + 1². അതായത് n കിടക്കുന്നിടത്ത് k + 1² എന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം n = k + 1 ഈസ് ട്രൂ. അതുകൊണ്ട് നമുക്ക് പറയാം hence by principle of mathematical induction it is true for all natural numbers. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, പഠിച്ചു വെക്കുക. 4 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കുക. 18ാമത്തെ ചോദ്യം, പ്രൂവ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 1 + 3 + 3² + etc. + 3n - 1 = 3n - 1 / 2. ഇത് 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഈ രീതിയിലുള്ള ഏത് ചോദ്യം വന്നാലും സ്റ്റെപ്പ് ഇങ്ങനെയാണ്. P of n = എന്ന് തന്ന ചോദ്യത്തെ എഴുതി. അടുത്ത സ്റ്റെപ്പ് when n = 1. അപ്പോൾ ആദ്യത്തെ ഒരു നമ്പർ എഴുതി. P of 1 = ഇപ്പുറത്ത് n ന് 1 കൊടുക്കുമ്പോൾ 3⁻1 - 1, അതായത് 3 - 1 2, 2/2 1 എന്ന് കിട്ടി. രണ്ടും ഒരേ ആൻസർ കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാം n = 1 ഈസ് ട്രൂ. അടുത്തത് അസ്യൂം n = k ഈസ് ട്രൂ. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് k കൊടുത്തെഴുതുമ്പോൾ P of k = 1 + 3 + 3² + etc. + 3k - 1 = 3k - 1 / 2. k എന്ന നമ്പറിന് ശരിയാണെങ്കിൽ തൊട്ടടുത്ത നമ്പറായ k + 1 ശരിയായിരിക്കും. അപ്പോൾ when n = k + 1. ഇത് നമ്മൾ കണ്ടെത്തണം. P of k + 1 = 1 മുതൽ ഇത്രയും ഭാഗം ഇതുപോലെ എഴുതി. നോക്കുക, 1 + 3 + 3² etc. + 3k - 1 പ്ലസ് തൊട്ടടുത്ത നമ്പറായ കെയുടെ സ്ഥാനത്ത് k + 1 കൊടുത്തെഴുതുമ്പോൾ k + 1 - 1, അങ്ങനെ 1ഉം -1 വെട്ടിപ്പോയിട്ട് 3k എന്ന് വരും. ഇവിടെ 1 മുതൽ 3k - 1 വരെ കൂട്ടിയാൽ 3k - 1 / 2 ആണ്. പ്ലസ് ഈ 3k 2 ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k - 1 പ്ലസ് 2 × 3k / 2. ഇത് 2 3k, ഇത് 1 3k, കൂട്ടിക്കഴിയുമ്പോൾ 3 3k - 1 / 2. ഇതിനെ നമുക്ക് ഇവിടെ a⁻m × a⁻n എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ 3 + 1 + k അല്ലെങ്കിൽ 3k + 1 എന്ന് എഴുതാം.
മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നിന്ന് നമുക്ക് കിട്ടി 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ബൈ 2, അതായത് n കിടക്കുന്നിടത്ത് കെ പ്ലസ് 1 എന്ന് വന്നു. ഇപ്പോൾ നമുക്ക് പറയാം n is equal to k plus 1 is true. Hence, by principle of mathematical induction, it is true for all natural numbers. ഈ രീതിയിലുള്ള ഒരു ചോദ്യം പഠിച്ചു വെക്കുക. 4 മാർക്കിന് ഏത് ചോദ്യം വന്നാലും ഇതേ പാറ്റേണിലാണ് ആൻസർ ചെയ്യേണ്ടത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n, പ്രൂവ് ദാറ്റ് 7 റേസ് ടു n മൈനസ് 3 റേസ് ടു n ഈസ് ഡിവിസിബിൾ ബൈ 4. ഇതും 4 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കാണാറുണ്ട്. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത, ആദ്യം തന്നിരിക്കുന്ന സ്റ്റെപ്പ് അതുപോലെ എഴുതി മുൻപ് ചെയ്ത ചോദ്യങ്ങൾ പോലെ തന്നെ ഇതിൻ്റെ ആൻസറും എഴുതാം. പി ഓഫ് n ഇസ് ഈക്വൽ ടു 7 റേസ് ടു n മൈനസ് 3 റേസ് ടു n ഈസ് ഡിവിസിബിൾ ബൈ 4. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് n ചേർത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പ് n-ന് 1 കൊടുക്കുന്നു. അപ്പോൾ പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 7 റേസ് ടു 1 മൈനസ് 3 റേസ് ടു 1. ഇത് കിട്ടുന്നത് 4 എന്നാണ്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. അടുത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം n ഇസ് ഈക്വൽ ടു k ഈസ് ട്രൂ. അപ്പോൾ n കിടക്കുന്നിടത്ത് k ചേർത്ത് എഴുതുമ്പോൾ പി ഓഫ് k ഇസ് ഈക്വൽ ടു 7 റേസ് ടു k മൈനസ് 3 റേസ് ടു k ഈസ് ഡിവിസിബിൾ ബൈ 4. ഇതിനെ നമുക്ക് 4m എന്ന് വിളിക്കാം. 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, അതായത് 4m. വെൻ n ഇസ് ഈക്വൽ ടു k പ്ലസ് 1, അതായത് kയുടെ സ്ഥാനത്ത് k പ്ലസ് 1 എന്ന് കൊടുക്കുമ്പോൾ പി ഓഫ് k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 7 റേസ് ടു k പ്ലസ് 1 മൈനസ് 3 റേസ് ടു k പ്ലസ് 1. ഇതിനെ 2 ആക്കി എഴുതിയാൽ 7 റേസ് ടു k ഇൻറ്റു 7 മൈനസ് 3 റേസ് ടു k ഇൻറ്റു 3. ഇവിടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണാതെ പഠിക്കണം. ഇവിടെ ഒരു നമ്പർ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നു, അതായത് സബ്ട്രാക്ട് ആൻഡ് ആഡ് 7 ഇൻറ്റു 3 റേസ് ടു k. നോക്കുക, 7 ഇൻറ്റു 3 റേസ് ടു k. ഈ 7ഉം ഈ 3 റേസ് ടു kയും കൂടെയുള്ള പ്രോഡക്റ്റ് ആദ്യം മൈനസ് ചെയ്യുന്നു, പിന്നെ പ്ലസ് ചെയ്യുന്നു. അതായത് ഈ 7 റേസ് ടു k ഇൻറ്റു 7 എന്ന് എഴുതി മൈനസ് 7 ഇൻറ്റു 3 റേസ് ടു k പ്ലസ് വീണ്ടും അത് ആഡ് ചെയ്തു 7 ഇൻറ്റു 3 റേസ് ടു k മൈനസ് ഈ ഭാഗം 3 റേസ് ടു k ഇൻറ്റു 3. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നടുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നു. ഇത് രണ്ടിലും കോമൺ ആയിട്ട് 7 ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു 7 റേസ് ടു k മൈനസ് 3 റേസ് ടു k പ്ലസ് ഇത് രണ്ടിലും കോമൺ ആയിട്ട് 3 റേസ് ടു k ആണ് ഇൻറ്റു 7 മൈനസ് 3. ഇവിടുന്ന് 4 എന്ന് വരും. ഇത് നേരത്തെ പറഞ്ഞു 7 റേസ് ടു k മൈനസ് 3 റേസ് ടു k എന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, അതായത് 4m. അപ്പോൾ ഇവിടെ നമുക്ക് 4m എന്ന് എഴുതാം. ഇത് രണ്ടിലും കോമൺ ഉള്ള 4 വെളിയിലെടുത്താൽ മിച്ചം 7m പ്ലസ് 3 റേസ് ടു k. ഇത് 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. ഇപ്പോൾ k പ്ലസ് 1 എന്ന നമ്പറിനും ഇവിടെ ശരിയായി. അതുകൊണ്ട് n ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഈസ് ട്രൂ. By principle of mathematical induction, it is true for all natural numbers. ഏതൊരു നാച്ചുറൽ നമ്പറിനും ഇത് ശരിയായിരിക്കും. ഈ രീതിയിലുള്ള ഒരു ചോദ്യം കൂടെ ഓർത്തു വെക്കുക. 4 മാർക്കിന് പ്രതീക്ഷിക്കാം. കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ ഫോക്കസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 20ാമത്തെ ചോദ്യം, എക്സ്പ്രസ് i റേസ് ടു 9 പ്ലസ് i റേസ് ടു 19 ഇൻ ദ ഫോം a പ്ലസ് ib. ഇതിന് 2 മാർക്കാണ്. i റേസ് ടു 9 എന്നത് നമുക്ക് 9 എന്നതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും, റിമൈൻഡർ 1. അപ്പോൾ ഈ റിമൈൻഡർ കിട്ടിയത് പവർ ആയിട്ട് എഴുതുക, i റേസ് ടു 1 പ്ലസ് i റേസ് ടു 19 എന്നതിനെ 19നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. അപ്പോൾ i റേസ് ടു 3 എന്ന് എഴുതുക. i റേസ് ടു 1 എന്നാൽ i ക്യൂബ് എന്നാൽ മൈനസ് i ആണ്. ഐയും മൈനസ് ഐയും കൂടെ ക്യാൻസലായി 0. അതായത് എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാൻ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 0i. ഇവിടെ റിയൽ പാർട്ടും 0 ആണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. ഇത് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇവിടെ പവേഴ്സ് ഓഫ് ഐ എന്ന സെക്ഷനിൽ നിന്നാണ് ഈ ചോദ്യം. 21ാമത്തെ ചോദ്യം, ഇഫ് z1 is equal to 3 plus 4i, z2 is equal to 2 plus 5i, find. ഫസ്റ്റ് ക്വസ്റ്റ്യൻ z1 പ്ലസ് z2, സെക്കൻഡ് z1 മൈനസ് z2. ഇത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ കൂട്ടാൻ ചോദിച്ചിരിക്കുന്നു, അതുപോലെ കുറയ്ക്കാനും. z1 പ്ലസ് z2, ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ എഴുതി പ്ലസ് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ, ഇതിൻ്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയാൽ 3 പ്ലസ് 2 5. അതുപോലെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 9i. z1 മൈനസ് z2, 3 plus 4i മൈനസ്
2 പ്ലസ് 5i. ഈ മൈനസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 3 പ്ലസ് 4i മൈനസ് 2 മൈനസ് 5i. റിയൽ പാർട്ടുകൾ തമ്മിൽ കുറയ്ക്കുന്നു. അപ്പോൾ 3 മൈനസ് 2 1 മൈനസ് 4i മൈനസ് 5i, അത് മൈനസ് 1i എന്ന് വരും. അതാണ് 1 മൈനസ് 1i. 22ാമത്തെ ചോദ്യം, എക്സ്പ്രസ് i റേസ് ടു മൈനസ് 39 ഇൻ ദ ഫോം a പ്ലസ് ib. i റേസ് ടു ഒരു നമ്പർ വരികയാണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് നമ്പർ വരികയാണെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ പവർ ആയിട്ട് എഴുതുക. എന്നാൽ ഒരു നെഗറ്റീവ് നമ്പറാണ് വരുന്നതെങ്കിൽ ഇതിനെ ആദ്യം നമ്മൾ പോസിറ്റീവ് ആക്കണം, അതായത് 1 എന്നെഴുതിയാൽ മതി. നോക്കുക, i റേസ് ടു മൈനസ് 39 എന്നതിനെ 1 i റേസ് ടു 39 എന്നെഴുതി അടുത്ത 4ൻ്റെ മൾട്ടിപ്പിളിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. അതായത് 40 ആണ് തൊട്ടടുത്ത മൾട്ടിപ്പിൾ. അപ്പോൾ i റേസ് ടു 39 ഇൻറ്റു i/i, അതായത് ഒരു i കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. മേളിൽ 1 ഇൻറ്റു i ബൈ i റേസ് ടു 40. i റേസ് ടു 40 എന്നത് 1ന് തുല്യമാണ്. അപ്പോൾ ആൻസർ കിട്ടുന്നു i/1 അല്ലെങ്കിൽ i. ഇത് a പ്ലസ് ib ഫോമിൽ എഴുതാനാണ്. ഇവിടെ റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1i. അപ്പോൾ z is equal to 0 പ്ലസ് i ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഗ്രാഫ് വരയ്ക്കാൻ ഒരേ ഒരു ചോദ്യമാണ് പ്രതീക്ഷിക്കാവുന്നത്. 23ാമത്തെ ചോദ്യം നോക്കുക. സോൾവ് ദ ഫോളോവിങ് സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റീസ് ഗ്രാഫിക്കലി. 2x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 2x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് തന്നിരിക്കുന്നു. ഇതിൽ നിന്നും ഈ ഗ്രേറ്റർ ദാൻ എന്ന സിമ്പൽ മാറ്റി 2x പ്ലസ് y ഈക്വൽ ടു 6 എന്നെഴുതുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് നമുക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഈ എക്സിന് 0 എന്ന വില കൊടുക്കുക. ഇത് 0 കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ വൈയുടെ ഭാഗം അടച്ചു പിടിച്ചാൽ 2x ഈസ് ഈക്വൽ ടു 6, അവിടുന്ന് x ഈസ് ഈക്വൽ ടു 6/2 3 എന്ന് കിട്ടും. ഇങ്ങനെ 2 വിലകൾ കിട്ടിയാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അതായത് 2 പോയിന്റുകളാണിത്. ആവശ്യമെങ്കിൽ മറ്റൊരു പോയിന്റ് കൂടെ കാണാം. പക്ഷേ 2 പോയിന്റ് കിട്ടിയാൽ നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. ഇവിടെ 2 കൊടുത്താൽ 2 തന്നെയാണ് കിട്ടുന്നത്. അതായത് എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 2 4, y ഈസ് ഈക്വൽ ടു 6 മൈനസ് 4 2 എന്ന് തന്നെ കിട്ടും. നമുക്ക് ഈ 2 പോയിന്റുകൾ വെച്ചാണ് ഇവിടെ ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അടുത്ത ലൈൻ്റെ ഇക്വേഷൻ എക്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ 4y12 y ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. വൈക്ക് 0 കൊടുത്താൽ 3x ഈസ് ഈക്വൽ ടു 12, അവിടുന്ന് x ഈസ് ഈക്വൽ ടു 12/3 4 എന്ന് വരും. ഇനി എക്സിന് വേണമെങ്കിൽ 1 2 3 ഇങ്ങനെയുള്ള വിലകൾ കൊടുക്കാം. നമുക്ക് ഈ 2 പോയിന്റുകൾ മതി, 0 3യും 4 0യും. ഇത് വെച്ച് ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം എക്സ് വൈ ആക്സിസ് വരച്ച് 1 2 3 എന്ന നമ്പേഴ്സ് ഇതിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആദ്യത്തെ ലൈൻ്റെ പോയിന്റുകൾ 0 6ഉം 3 0യും. നോക്കുക, 0യിൽ നിന്ന് 6 പൊക്കം, അതാണ് 0 6. 3 0 എന്നാൽ എക്സ് 3 വരെ വന്നു, പൊക്കമില്ല. അതായത് ഇതാണ് പോയിന്റ് 3 0. എന്നിട്ട് ഈ 2 പോയിന്റുകൾ കൂടി ചേർത്ത് ലൈൻ വരച്ചിരിക്കുന്നു. ആ ലൈൻ്റെ ഇക്വേഷൻ 2x പ്ലസ് y ഈക്വൽ ടു 6. ഇനി ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം അറിയണം. അത് നമുക്ക് തന്ന ചോദ്യത്തിൽ നോക്കുക. 2x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ ഈ ലൈൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ഉദാഹരണത്തിന് 0 0 എന്ന പോയിന്റ് എടുത്തിട്ടാൽ ഇവിടെ 0 പ്ലസ് 0 ഈസ് ഗ്രേറ്റർ ദാൻ 6, അത് തെറ്റാണ്. 0 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്നത് തെറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഭാഗത്തേക്കല്ല ഷെയ്ഡ് ചെയ്യേണ്ടത്, മുകളിലേക്ക്. ഇനി ഒരു എളുപ്പവഴിയുണ്ട്. ഇവിടെയുള്ള എളുപ്പവഴി ഇതാണ്. ഗ്രേറ്റർ ദാൻ എന്നാണ് ഈ ഭാഗം കിടക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് ഷെയ്ഡ് ചെയ്യണം, ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗം. 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അതിൻ്റെ പോയിന്റുകൾ നോക്കുക, 0 3യും 4 0യുമാണ്. 0 3 എന്നത് ഈ പോയിൻ്റാണ്, 0യിൽ നിന്ന് 3 പൊക്കം. 4 0 എന്നാൽ എക്സ് ആക്സിൽ 4 വരെ വന്നു, പൊക്കമില്ല, 4 0. ഇത് ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം താഴോട്ടാണ്. കാരണം ഇവിടെ എക്സിനും വൈക്കും വിലയിട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്ന ചോദ്യത്തിൽ എക്സിനും വൈക്കും 0 0 എന്ന് ഇട്ട് കൊടുത്താൽ 0 പ്ലസ് 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അത് ശരിയാണ്, 0 എന്നത് 12നേക്കാൾ ചെറുത്. അപ്പോൾ താഴോട്ട്, അതായത് 0 എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം. നോക്കുക, ഈ ലൈൻ ഷെയ്ഡ് ചെയ്യേണ്ടത് താഴോട്ടാണ്. ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള റീജിയൺ ഇത്രയും ഭാഗമാണ്. അതായത് മേളത്തെ ലൈൻ താഴോട്ട്, ഈ ലൈൻ മുകളിലേക്ക്. അപ്പോൾ രണ്ടും കൂടെ ചേരുന്ന സ്ഥലം ഇത്രയും.
ഈ റീജിയണെ പറയുന്നതാണ് ഫീസിബിൾ റീജിയൻ, അതായത് സൊല്യൂഷനുള്ള സ്ഥലം. ഇത്രയും വരച്ചു വെക്കുന്നതിന് 4 മാർക്കാണ്. 24ാമത്തെ ചോദ്യം, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റീസ് ഗ്രാഫിക്കലി. ഇത് മുൻപ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. 3x + 2y ≤ 12, x ≥ 1, y ≥ 2. ഈ രീതിയിൽ ഒരു ചോദ്യം വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം, ഈ ലൈൻ വരയ്ക്കാൻ. അപ്പോൾ ആദ്യം തന്ന ചോദ്യത്തിൽ ഇൻഇക്വാളിറ്റി മാറ്റി ഈക്വൽ ടു ഇട്ടെഴുതുന്നു. 3x + 2y = 12. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ ആ ഭാഗം പോയി 2y = 12, അവിടുന്ന് y = 12/2 6 എന്ന് കിട്ടും. yക്ക് 0 കൊടുക്കുമ്പോൾ 3x = 12, അവിടുന്ന് x = 4 എന്ന് കിട്ടും. അപ്പോൾ പോയിൻറ്റ്സ് 0 6ഉം 4 0യുമാണ്. ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈൻ നോക്കുക. ആദ്യം XY ആക്സിസ് വരച്ചു, അതിനുശേഷം പോയിൻറ്റ്സ് 4 0, 4 വരെ വന്നു, 0 പൊക്കം, 0 6, ആ പോയിൻറ്റുകൾ രണ്ടും ജോയിൻ ചെയ്ത് ലൈൻ വരച്ചിരിക്കുന്നു. ഇത് ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം ചോദ്യത്തിൽ 3x + 2y ≤ 12 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എക്സിനും വൈക്കും 0 0 എന്നുള്ള വിലകൾ ഇട്ട് കഴിയുമ്പോൾ 0 + 0 0 ≤ 12. ഇത് ശരിയാണ്. അതായത് 0 എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. ലൈൻ്റെ താഴെയുള്ള ഒരു പോയിൻ്റാണ് 0 0 നമ്മൾ എടുത്തത്. അപ്പോൾ ആ ഭാഗം ശരിയായതുകൊണ്ട് അവിടുന്ന് താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതിന് ഇതുപോലെ ആരോ ഇട്ട് വെച്ചാൽ മതിയാകും. അടുത്തത് ഈ x ≥ 1, y ≥ 2. ഇത് രണ്ടും വരയ്ക്കാൻ എളുപ്പമാണ്. x = 1, x = 1 എന്ന പോയിന്റിൽ കൂടി yക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചിരിക്കുന്നു. നോക്കുക, x 1 എന്ന പോയിന്റിൽ കൂടി ഒരു ലൈൻ വരച്ചു yക്ക് പാരലായിട്ട്. ഇനി ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം ഇത് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് ഷെയ്ഡ് ചെയ്യണം. അതുപോലെ y ≥ 2, y 2ൽ കൂടി ഒരു ലൈൻ വരച്ചിരിക്കുന്നു. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് മുകളിലേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുന്ന സ്ഥലമാണ് ഇത്രയും. ഈ റീജിയനാണ് ഫീസിബിൾ റീജിയൻ. ഇത്രയും വരച്ച് വെക്കുന്നതിന് 4 മാർക്കാണ്. 25ാമത്തെ ചോദ്യം മുതൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇതിൽ ഫോക്കസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണിത്. നോക്കുക, 25ാമത്തെ ചോദ്യം, ഹൗ മെനി 4-letter code can be formed using first 10 letters of the English alphabet if no letter can be repeated? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ 10 ലെറ്റേഴ്സ് യൂസ് ചെയ്ത് 4 ലെറ്ററുള്ള കോഡ് ഉണ്ടാക്കണം. അങ്ങനെ എത്ര കോഡുകൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. ഒരു ലെറ്റർ പോലും റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യം 10 ലെറ്റേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും 10 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അവിടെ ഒരെണ്ണം ഫിക്സ് ചെയ്താൽ മിച്ചമുള്ളത് 9. വീണ്ടും അവിടെ ഒരെണ്ണം ഫിക്സ് ചെയ്താൽ മിച്ചം 8, പിന്നീട് 7. അപ്പോൾ ഇത് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആൻസർ. നോക്കുക, നമ്പർ ഓഫ് 4-letter code is equal to 10 × 9 × 8 × 7. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5040 എന്ന് കിട്ടും. അടുത്തത് 26ാമത്തെ ചോദ്യം, ഹൗ മെനി 5-digit ടെലഫോൺ നമ്പേഴ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദ ഡിജിറ്റ് 0 to 9? 0 മുതൽ 9 വരെ ഡിജിറ്റ്സ് യൂസ് ചെയ്ത് എത്ര 5-digit നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിരിക്കുന്നു. ഇഫ് ഈച്ച് നമ്പർ സ്റ്റാർട്ട് വിത്ത് 6 7, ആ 5 ഡിജിറ്റിൽ ആദ്യത്തെ 2 നമ്പേഴ്സ് 6ഉം 7ഉം ആയിരിക്കണം. ആൻഡ് നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്, ഒരു ഡിജിറ്റ് പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടും ഇല്ല. അതായത് ആൻസർ ചെയ്യാൻ ആദ്യം ഇതുപോലെ 5 കോളംസ് വരയ്ക്കുന്നു. എന്നിട്ട് ആദ്യം 6 7 ഇവിടെ ഫിക്സ് ചെയ്തു. നമുക്ക് തന്നിട്ടുള്ള 10 ഡിജിറ്റ്സ്, അതായത് 0 മുതൽ 9 വരെ 10 ഡിജിറ്റ്സ് ആണുള്ളത്. അതിൽ 2 എണ്ണം ഇവിടെ പോയി കഴിഞ്ഞു. ഇനി 8 എണ്ണമുണ്ട്. ഈ 8ൽ ഒരെണ്ണം ഇവിടെ വരും. മിച്ചമുള്ളത് 7, കാരണം ഒരെണ്ണം ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 7 എണ്ണം. ആ 7 എണ്ണത്തിൽ ഒരെണ്ണം അവിടെ ഫിക്സ് ചെയ്താൽ വീണ്ടും 6. അപ്പോൾ ഇതിൻ്റെ റിക്വയർഡ് നമ്പർ ഓഫ് ടെലഫോൺ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 8 × 7 × 6. ആൻസർ 336. അതായത് 336 ടെലഫോൺ നമ്പേഴ്സ് ഈ രീതിയിൽ ഉണ്ടാക്കാം. ഫോക്കസ് ഏരിയയിൽ പെർമ്യൂട്ടേഷൻ എന്ന ഭാഗം കൊടുത്തിട്ടില്ല, പക്ഷേ കോമ്പിനേഷൻ എന്ന സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇവാലുവേറ്റ് 13C6 + 13C5. ഇത് 1 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ആൻസർ 14C6 ആണ്. കാരണം ഈ രീതിയിൽ ഒരു ചോദ്യം വന്നാൽ ഇക്വേഷൻ ഇതാണ്. NCR + NCR-1 എന്ന് വന്നാൽ n+1 CR ആണ് ആൻസർ. അതായത് മേളിൽ തന്നിരിക്കുന്നത് സെയിം. നോക്കുക, ഇവിടെ 13, താഴെ R R-1.
അതായത് ഒന്നിൻ്റെ ഡിഫറൻസ് വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ 6ഉം ഇവിടെ 5ഉം ആണ്. ഇതിൽ വലുതുള്ളത് എഴുതുക. അതായത് 14C6 ആണ് ആൻസർ. അടുത്ത 28ാമത്തെ ചോദ്യം. 12 persons meet in a room and each shake hands with all the others. Find the number of shake hands. 12 പേർ ഒരു റൂമിൽ വെച്ച് കണ്ടുമുട്ടി. അവർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ആകെ എത്ര ഷേക്ക് ഹാൻഡ്സ് അവിടെ നടക്കും? 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടോട്ടൽ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് എന്നത് ഇവിടെ ആകെ 12 പേരാണുള്ളത്. 2 പേരെ വെച്ച് സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ എന്നത് വന്നുകൊണ്ട് കോമ്പിനേഷനാണ്. 12C2 ആണ് ആൻസർ. 12C2 എന്നത് 12 ഫാക്ടോറിയൽ ബൈ 12 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. ഇതിൻ്റെ ആൻസർ 12 ഫാക്ടോറിയലിനെ നമുക്ക് 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഫാക്ടോറിയൽ എന്ന് വരെ എഴുതാം. 12 മൈനസ് 2 എന്നത് 10 ഫാക്ടോറിയലാണ്. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഇൻറ്റു 2. ഇവിടെ 2ഉം 12ഉം കട്ട് ചെയ്തു 6 എന്ന് വരും. 6 ഇൻറ്റു 11 66 ഷേക്ക് ഹാൻഡ്സ് ആണ് അവിടെ നടക്കുക. മ്യൂട്ടേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ? ഒരു സർക്കിളിലെ 21 പോയിന്റുകൾ ജോയിൻ ചെയ്ത് എത്ര കോഡുകൾ വരയ്ക്കാം? ഇവിടെ നമ്പർ ഓഫ് കോഡ്സ് ഇസ് ഈക്വൽ ടു 21C2 ആണ് ആൻസർ. ഇവിടെ സെലക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് 2 പോയിന്റുകൾ വെച്ച് സെലക്ട് ചെയ്യണം. ആകെ 21 പോയിന്റുകളുണ്ട്. അപ്പോൾ 21C2. ഇതിൻ്റെ ആൻസർ 21 ഫാക്ടോറിയൽ ബൈ 21 മൈനസ് 2, അതായത് 19 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 21 ഫാക്ടോറിയലിനെ നമുക്ക് 21 ഇൻറ്റു 20 ഇൻറ്റു 19 ഫാക്ടോറിയൽ വരെ എഴുതാം. 19 ഫാക്ടോറിയൽ ക്യാൻസലായി. 2ഉം 20ഉം ക്യാൻസൽ ചെയ്ത് 10 എന്ന് വന്നു. 21 ഇൻറ്റു 10 210. അപ്പോൾ ആകെ 210 കോഡ്സ് വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് +1 ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ആദ്യത്തെ 7 ചാപ്റ്റർ വരെയുള്ള ഫോക്കസിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.